അമ്മച്ചി ഇന്ന് നേരത്തെ എണീറ്റായിരുന്നോ? നീയും കൊള്ളാം, നിന്റെ കെട്ടിയനും കൊള്ളാം. എന്റെ ഈശോയെ, രാവിലെ തന്നെ ഈ അമ്മച്ചി എന്ത് ഭാവിച്ചോണ്ടാ? എന്റെ ഭർത്താവിന് എന്താ അമ്മച്ചി ഒരു കുഴപ്പം? അന്തോണിച്ചിന് ഈ വീടിന് വേണ്ടിയല്ലേ കഷ്ടപ്പെടുന്നത്? ഓ പിന്നെ കഷ്ടപ്പാട് ഒന്നും പറയണ്ട. എത്ര നേരമായിട്ട് ഞാൻ എഴുന്നേറ്റിട്ട്? നീ എനിക്ക് കാപ്പി തന്നോ? രാവിലെ തുടങ്ങിയ പണിയാ അമ്മച്ചി, ഒന്നും തീർന്നിട്ടില്ല. കാപ്പി ഇപ്പൊ തരാവേ. ഞാനും ഇങ്ങനെയൊക്കെ പണിയെടുത്താ. ഇന്നത്തെ പോലെയൊന്നും അല്ല, അന്ന് കഷ്ടപ്പെട്ട് തന്നെയാണ് ഇവിടം വരെ എത്തിയത്. എന്റെ പൊന്നമ്മച്ചി, ഞാൻ വന്നപ്പോ തുടങ്ങി കേൾക്കുന്നതല്ലേ ഇത്? നിന്റെ കെട്ടിയൻ മാത്രമാണ് ഇങ്ങനെയായത്. പഠിക്കാൻ വിട്ടപ്പം പഠിക്കാതെ വായി നോക്കി നടന്നു. പറ്റിയ ഒരു സാധനത്തിനെയും കെട്ടിയെടുത്തു. ഈ അമ്മച്ചിക്ക് ഇത് എന്തിന്റെ കേടാ? എൻ്റെ മറ്റു മക്കളെ നോക്ക്, അവർ വിദേശത്ത് അടിച്ചു പൊളിക്കുക. ഓ, അവരുടെ വിശേഷമൊന്നും പറയണ്ട. അവർക്കെന്താടി ഒരു കുഴപ്പം? അവർ പൈസ തരുന്നതുകൊണ്ടാ ഞാൻ മരുന്നൊക്കെ വാങ്ങുന്നത്. ഇവിടെ ഉണ്ടല്ലോ 2 എണ്ണം, എല്ലാം തിന്ന് തീർക്കാൻ. മറിയാമോ, എടി മറിയാമേ. അല്ല, ഇതാര്? എത്ര നാളായിടി അന്നക്കുട്ടി നിന്നെ കണ്ടിട്ട്? വാ വാ, ഇരിക്കെ. വരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, ഓരോരോ തിരക്കല്ലേ. മക്കളൊക്കെ വളർന്ന് ഞങ്ങളിപ്പോൾ അടിച്ചു പൊളിക്കുകയാണ്. പിള്ളേരുടെ അപ്പായും കൂടും, കുപ്പിയൊക്കെ മേടിക്കാറുണ്ട്. നീയപ്പം തനി മോഡേൺ ആയല്ലോ. പള്ളിപ്പോക്കും പ്രാർത്ഥനയൊന്നും ഇല്ല ഇപ്പോഴല്ലേ? എന്തിനാടി അതൊക്കെ? ജീവിതം ഒന്നേയല്ലേ ഉള്ളൂ, അടിച്ചു പൊളിക്കണം. പള്ളിയിൽ പോയി അച്ഛൻ്റെ പ്രസംഗമൊക്കെ കേട്ടിരുന്നാൽ ഇതൊന്നും നടക്കില്ല. അച്ഛൻ അതൊക്കെ പറയും, കുട്ടികളെ നല്ല രീതിയിൽ വളർത്തണം, മാതൃക കാണിക്കണം എന്നൊക്കെ. അവരായി അവരുടെ പാടായി. എന്നാലും നിന്നെ സമ്മതിക്കണം കേട്ടോ. ഞാൻ അവരെ തിരുത്താൻ പോകാറില്ല, അവരുടെ കൂടെ അത്ര തന്നെ. ഞാൻ ഉപദേശിക്കാറില്ലാത്തതുകൊണ്ട് അവർക്ക് എന്നെ വലിയ ഇഷ്ടമാണ്. എൻ്റെ കാര്യം വളരെ കഷ്ടത്തിലാടി. ഇവിടെ ഉണ്ടല്ലോ ഒരെണ്ണം, എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. അവളെ കാണുമ്പോൾ എനിക്ക് ചൊറിഞ്ഞു കയറും. അപ്പം മകൻ അന്തോണിച്ചനോ? ഓ, അവനൊരു പെങ്കോന്തൻ, ഭാര്യയെ നിലയ്ക്ക് നിർത്താൻ അറിയാത്തവൻ. അവൻ അവളെ 2 എണ്ണം പൊട്ടിക്കുന്നത് കേൾക്കാൻ ഞാൻ എത്ര കൊതിക്കുന്നുണ്ടെന്നോ. തമ്മി തല്ലിക്കാൻ നീ മിടുക്കിയാണല്ലോ, എന്നിട്ട് നടന്നില്ലല്ലോ. 2 പേരും സന്ധ്യപ്രാർത്ഥനയും ചൊല്ലും, പള്ളിയിലും പോകും. അതുകൊണ്ട് എത്ര പരിശ്രമിച്ചിട്ടും അവരെ തമ്മിത്തെല്ലിക്കാൻ പറ്റുന്നില്ലടി. അവരെ എങ്ങനെയെങ്കിലും തമ്മി തല്ലിച്ച് പുറത്താക്ക്. ഞാൻ പഠിച്ച പണി 18 നോക്കുന്നുണ്ടടി. അവൾ ഒറ്റയ്ക്കിരുന്ന് കരയും, കെട്ടിയോൻ ചെന്നങ്ങ് ആശ്വസിപ്പിക്കും, എന്നിട്ട് പ്രാർത്ഥനയങ്ങ് തുടങ്ങും. പിന്നെ എന്ത് ചെയ്യാനാ? എന്തെങ്കിലും ഏഷണി പറഞ്ഞ് തമ്മിലടിപ്പിച്ച് 2നെയും പുറത്താക്ക്. അങ്ങനെ അവർ സൂഹിക്കണ്ട. അതെ അതെ, എൻ്റെ തോമസ് കുട്ടിയും സ്റ്റെല്ലാമോളും എന്നെ അമേരിക്കയ്ക്ക് വിളിക്കുന്നതാ. ഈ വീടും പറമ്പും വിൽക്കാൻ അവർ പറയുന്നതാ. ഇവിടെ ഒരുത്തൻ അത് ഇഷ്ടമല്ല. പപ്പായുടെ വിയർപ്പിൻ്റെ ഭൂമിയാണെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചിരിപ്പാ. അങ്ങേര് പോയി, ഇനി അത് ഓർത്തിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? പിന്നെ എൻ്റെ അനീറ്റ മോളെ ഒരാളെ ഓർത്തിട്ടാ ഞാൻ അമേരിക്കയ്ക്ക് പോകാൻ സമ്മതിക്കാത്തത്. അവളെ ആരുടെയെങ്കിലും കയ്യിലൊന്ന് പിടിച്ചേൽപ്പിക്കണ്ടേ? അമേരിക്കയ്ക്ക് പോയാൽ നിനക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാം. ജീൻസും ഒക്കെ ഇട്ട് ബീച്ചിലൂടെ കറങ്ങി നടന്ന് ഓ എന്തു രസമായിരിക്കും. ഞാൻ കുറേ നാളായിട്ട് ഇത് സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട്. അവിടെ ചെന്നാൽ എൻ്റെ സ്റ്റെല്ലാമോൾ എന്നെ പൊന്നുപോലെ നോക്കും. സ്വർഗത്തിലോ നമ്മൾ സ്വപ്നത്തിലോ സങ്കൽപ്പ ഗന്ധർവലോകത്തിലോ ദീപങ്ങളോ മണ്ണിൻ താരങ്ങളോ നാദങ്ങളോ ദേവരാഗങ്ങളോ സ്വർഗത്തിലോ നമ്മൾ സ്വപ്നത്തിലോ സങ്കൽപ്പ ഗന്ധർവലോകത്തിലോ ദീപങ്ങളോ മണ്ണിൻ താരങ്ങളോ നാദങ്ങളോ ദേവരാഗങ്ങളോ ओम जिमाम जिमाम बिंग बिंग बो तक तक सस्ते न से तार चिपक गई छाती से ओम जिमाम बिंग बिंग बो तक तक सस्ते न से तक तक तार है ढीली कौन कसे 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 ट्रेन की बत्तियां बुझा के बस ट्रिप लैंड दो सस्ते न से
zimam bing bing boo. Tum सस्ते न से तार चिपक गई छाती से. Om zimam bing bing boo. Tum सस्ते न से tum तार है ढीली कौन कसे 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 कौन कसे. ट्रेन की बत्तियां बुझा के बस ट्रिप लैंड दो. ये लूप में ट्यून बजा के थोड़ा हिट होने दो. दुनिया दी परवाह कदे नहीं करीदा, खुश होके जीना ना कि सड़ मरीदा. സ്വർഗത്തിലോ നമ്മൾ സ്വപ്നത്തിലോ അയ്യോ, അമ്മച്ചി എവിടെ ഇരുന്ന് ഉറങ്ങുമായിരുന്നോ? നല്ലൊരു സ്വപ്നം കാണുകയായിരുന്നു, നീ അത് നശിപ്പിച്ചു. ഇപ്പോഴാണ് അവിടെ ഈ കാപ്പിയായി എഴുന്നള്ളുന്നത്. ഞാൻ അമ്മച്ചിക്ക് വേണ്ടി കാപ്പി ഉണ്ടാക്കുമല്ലായിരുന്നോ? നിന്റെ കെട്ടിയൻ എന്തിയേ? തോട്ടത്തിൽ പോയതാ, വരാറാകുന്നതേ ഉള്ളൂ. നീ അവനെ നോക്കി ഇരുന്നോടി, അവന്റെ പോക്കത്ര ശരിയല്ല. അല്ല, അവനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നിന്നെ എന്തിനു കൊള്ളാം. എൻ്റെ അമ്മച്ചി, എൻ്റെ അന്തോണിച്ചിനെ എനിക്കറിയാം. ദേ അന്തോണിച്ചൻ വരുന്നു. എപ്പം നോക്കിയാലും കണ്ടുകൂടെ വഴക്കാം. എടി ആൻസി, നിനക്കെങ്കിലും ഒന്നും മിണ്ടായിരിക്കാൻ മേലെ. അമ്മച്ചിയുടെ കാര്യം ഇങ്ങനെയൊക്കെയാണെന്ന് നിനക്ക് അറിയാൻ മേലെ. നീ അങ്ങനെ തന്നെ പറയണോടാ, എവിടെ എന്ത് പറഞ്ഞാലും എനിക്ക് ടകുത്ത്. എനിക്ക് തലയ്ക്കൊരു സ്വൈര്യന്താ. ഏത് നേരം അമ്മച്ചി എന്തിനാ അവളെ കുറ്റപ്പെടുത്തുന്നത്? അവളെ അമ്മച്ചിയും കൂടെ കൂടി ഇഷ്ടപ്പെട്ട് കൊണ്ടുവന്നതല്ലേ, അല്ലാണ്ട് ഞാൻ വലിച്ചോണ്ട് വന്നൊന്നും അല്ലല്ലോ. കണ്ടതിനാണോടാ കുഴപ്പം? അവിടെ തൊഴിലെളുപ്പ് കണ്ട് നിനക്കത് തന്നെ മതിയെന്ന് പറഞ്ഞിട്ടല്ലേ. അമ്മച്ചി എപ്പോഴും ഇങ്ങനെ കുത്തുവാക്ക് പറയണോ? ഞങ്ങൾ ഈ കുടുംബത്തിന് വേണ്ടിയല്ലേ കഷ്ടപ്പെടുന്നത്. എന്നാ ബഹളം അവിടെ? സമാധാനമായിട്ടൊന്ന് ഫോൺ ചെയ്യാൻ പോലും സമ്മതിക്കില്ല. നീ ആരെ വിളിക്കുമായിരുന്നു? നീ എനിക്കറിയാം ആരെയാ വിളിക്കുന്നതെന്ന്. ഞാൻ ആരെ വിളിച്ചാൽ നിങ്ങൾക്ക് എന്നാ? ഇവിടെ നിന്നാ കെട്ടിച്ചും വിടത്തില്ല, ഫോൺ വിളിക്കാനും പറ്റില്ല. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. നീ ചീത്തപ്പേര് കേൾപ്പിച്ചേ അടങ്ങൂ അല്ലേ? എനിക്ക് ആങ്ങളമാരും ഉണ്ട്, അമ്മയും ഉണ്ട്. പക്ഷെ എന്റെ കാര്യം നോക്കാൻ ആരുമില്ല. ചാച്ചനുണ്ടായിരുന്നെങ്കിൽ എന്റെ കാര്യത്തിന് ഒരു തീരുമാനമായേനെ. നിനക്ക് എത്രയെത്ര നല്ല ആലോചനകൾ വന്നതാടി, ഒന്നും നിനക്ക് പിടിച്ചില്ല. ഇനി നീ ചീത്തപ്പേര് കപ്പിക്കാനാണോ ഉദ്ദേശിക്കുന്നത്? എൻ്റെ മോൾ എൻ്റെ കൂടെ നിന്നു, ഒരിടത്തും പോകണ്ട. അമ്മച്ചി ഉള്ളിടത്തോളം കാലം എൻ്റെ മോളെ ആരും ഇവിടുന്ന് ഇറക്കി വിടില്ല. ഇനിയൊരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കില്ല. ഞാൻ തീരുമാനം എടുത്തു. ചേട്ടായെ വിളിക്കാൻ പോവാ. മോളെ, ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ. ഇനി ഒന്നും ആലോചിക്കാനില്ല. നീ പോകുന്നതൊക്കെ കൊള്ളാം, പിന്നെ ഇങ്ങോട്ട് വന്നേക്കരുത്. അതിനാര് വരുന്നു ഇങ്ങോട്ട്? എന്റെ പട്ടി പോലും തിരിഞ്ഞു നോക്കില്ല. അമ്മ ഒറ്റ ഒരാളാ എല്ലാത്തിനും കാരണം. പോകുന്നവൾ പോകട്ടെ, എൻ്റെ തലവേദന കുറഞ്ഞു. ഇനി എനിക്കെല്ലാം വിറ്റ് അമേരിക്കയ്ക്ക് പോകാമല്ലോ. ആൻസി, ആൻസി, എടി ആൻസി. എന്താ അമ്മച്ചി? സമയം എത്രയായി? സമയം ഒരു 10:30 അവർ വരേണ്ട സമയമായല്ലോ. അമേരിക്കയിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ സമയത്ത് എത്തിയല്ലോ. അമ്മച്ചി, അവര് വന്നു. അമ്മച്ചി, വല്യമ്മച്ചി, മക്കളെ, അന്തോണി അനിറ്റൊക്കെ എവിടെ അമ്മച്ചി? അവനാ പറമ്പിലെങ്ങാനും കാണും. അനീറ്റ നമ്മളെയൊക്കെ നാണം കെടുത്തി ഒരുത്തൻ്റെ കൂടെ പോയി മോളെ. അമ്മച്ചിയുടെ ജയിച്ചിരിക്കാൻ മോക്ക് സുഖമാണോ? അതെ വല്യമ്മച്ചി. അമ്മച്ചി, അമ്മച്ചി അമേരിക്കയ്ക്ക് പോരുന്നോ? ഞാൻ റെഡി. എരിവും പുളിയുള്ള ഭക്ഷണം ഉണ്ടാക്കി തരണം. അതിനെന്താ അമ്മച്ചി, ഞാൻ പൊന്നു പോലെ നോക്കും. നമുക്ക് അമേരിക്കയ്ക്ക് പോവാം അമ്മച്ചി. നമുക്ക് ആലോചിക്കാം മോളെ. അതെ അമ്മച്ചി, അമേരിക്കയ്ക്ക് പോരുമ്പോൾ ഈ സ്ഥലമൊക്കെ വിറ്റിട്ട് വേണേ പോരാൻ. അതെന്തിനാ മോളെ? നമുക്കവിടെ അടിച്ചു പൊളിക്കണ്ടേ അമ്മച്ചി? സ്ഥലം വിറ്റിട്ട് പോയില്ലെങ്കിൽ അമ്മച്ചിയുടെ മനസ്സ് മുഴുവൻ ഇവിടെ ആയിരിക്കും. പിന്നെ അവിടെ അടിച്ചുപൊളിയൊന്നും നടക്കില്ല. അത് ശരിയാ. നീയും കൂടെ ഒന്ന് ഉത്സാഹിച്ചാൽ മതി. നമുക്ക് അവരെ പുറത്താക്കാം. എന്നിട്ട് എല്ലാം വിറ്റ് അവിടെ പോയി അടിച്ചു പൊളിക്കാം. അമ്മച്ചി ആള് കൊള്ളാലോ. ആ ചേച്ചി എപ്പോ എത്തി? ചേട്ടൻ എന്തി വരാഞ്ഞേ?
ഞാൻ വന്നിട്ട് കുറച്ച് സമയമായുള്ളൂ. ചേട്ടന് ലീവ് കിട്ടിയില്ല. അല്ല, നീ എവിടെ പോയിരുന്നു? പറമ്പി പോയായിരുന്നു നീ, പണിക്കാരുണ്ട്. എടാ, അമ്മച്ചിക്ക് നല്ല ക്ഷീണമുണ്ടല്ലോ. നിങ്ങൾ അമ്മച്ചിയെ ശ്രദ്ധിക്കുന്നില്ലേ? അതെന്നാ ചേച്ചി അങ്ങനെ പറഞ്ഞ്? ഞങ്ങൾ അമ്മച്ചിയെ നന്നായി തന്നെയാണ് നോക്കുന്നേ. പക്ഷെ എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ അമ്മച്ചിയെ അമേരിക്കയ്ക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അത് വേണോ ചേച്ചി? അമ്മച്ചിക്ക് പ്രായമായില്ലേ? അമ്മച്ചി പോയാ ഞങ്ങളിവിടെ തന്നെ ആകാലേ. വേണം, ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചു. അമ്മച്ചിക്കും അത് തന്നെയാ താല്പര്യം. ആണോ അമ്മച്ചി? പിന്നല്ലാതെ ഞാനിവിടെ മടുത്തു. അമ്മച്ചിയുടെ ഇഷ്ടം അതാണ്. ഞാൻ എന്നാ പറയാനാ? ആ, ഞാനിന്ന് കുളിച്ചിട്ട് വരാം. ഹലോ, തോമസ് കുട്ടി. ഹലോ സ്റ്റെല്ല. തോമസ് കുട്ടി, അമ്മച്ചി അമേരിക്കയ്ക്ക് പോരാൻ ത്രില്ലടിച്ച് നിൽക്കുവോ കേട്ടോ. സ്ഥലം വിറ്റ് പോരാൻ സമ്മതിച്ചു അമ്മച്ചി. സ്ഥലം വിറ്റ് പോരാൻ സമ്മതിച്ച സ്ഥിതിക്ക് അമ്മച്ചിക്ക് കൂടെ ടിക്കറ്റ് എടുക്കട്ടെ? വേണ്ട വേണ്ട, ഞാനൊന്നും നോക്കില്ല ആ തള്ളയെ. അതിനൊന്നും എന്നെ കിട്ടില്ല. സ്ഥലം വിറ്റ് ക്യാഷ് കിട്ടി കഴിയുമ്പോൾ വല്ല നക്കാപ്പിച്ചിയും കൊടുത്ത് ഏതെങ്കിലും വൃദ്ധസ്ഥാനത്തിൽ കൊണ്ടുപോയി ആക്കാം. എന്നിട്ട് ടിക്കറ്റ് ശരിയായില്ല പിന്നെ കൊണ്ടുപോകാമെന്ന് പറയാം. എന്തൊക്കെ സ്വപ്നം കണ്ടതാ. അമേരിക്ക, ഈൻസിഡിയിൽ, ബീച്ച്, കറങ്ങൽ, അടിച്ചു പൊളിക്കൽ എല്ലാം പാളിപ്പോയി. എൻ്റെ ഇളയ മകനും മകളും എന്തുമാത്രം സ്നേഹിച്ചതാ. സെൻറ്റും പൂശി വരുന്നവരുടെ പത്രാസ് കണ്ട് അവരെ ഞാൻ ആട്ടിപ്പായിച്ചു. പറ്റിപ്പോയടി. ഓർത്തിട്ടിരിക്കാനും മേല, കിടക്കാനും മേല. പറ്റുന്നില്ലടി അന്നക്കുട്ടി. എനിക്കും അങ്ങനെ തന്നെയാണടി. വീട്ടുകാരുടെ എല്ലാ കൊള്ളരുതായ്മയ്ക്കും കൂടെ കൂടിയതാ. ഇപ്പോൾ പേടിച്ചിട്ട് ജീവിക്കാനും പറ്റുന്നില്ല, മരിക്കാനാണെ ഭയമാണ്. എന്താ പറ്റിയത് നിനക്ക്? ഒന്നും പറയാനില്ലടി. അങ്ങാർക്ക് മദ്യം കിട്ടാതെ വന്നപ്പോൾ കഞ്ചാവ് തുടങ്ങി. പിന്നെ പ്രാന്തായി. എന്നെ കണ്ടാൽ എടുത്തിട്ട് തൊഴിക്കും. എൻ്റെ അമ്മോ, എൻ്റെ നടുവേ. ഇനി ഈ മൃതബന്ധനം തന്നെ ആശ്രയം. വാ അമ്മച്ചി, ചെറുതാണേലും നമുക്ക് നമ്മുടെ വാടക വീട്ടിലേക്ക് തന്നെ പോവാം. അവിടെ അമ്മച്ചിക്ക് ഒരു കുറവും വരികയില്ല. മുമ്പും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ. എന്നോട് ക്ഷമിക്കൂ മക്കളെ, ഞാൻ നിങ്ങളെ മനസ്സിലാക്കാൻ വൈകിപ്പോയി. സാരമില്ല അമ്മച്ചി. എന്താ ഇത്? നമുക്കുള്ളത് കൊണ്ട് സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി ഒരുമിച്ച് ജീവിക്കാം. വാ അമ്മച്ചി, നമുക്ക് പോകാം. ആഡംബര ജീവിതവും കപട സ്നേഹവും മുഖമുദ്രയാക്കുന്ന ഇക്കാലത്ത് ആത്മാർത്ഥമായ സ്നേഹം തിരിച്ചറിഞ്ഞ് ഈ കൊച്ചു ജീവിതം സന്തോഷഭരിതമാക്കാൻ നമുക്ക് സാധിക്കട്ടെ. സ്നേഹതീരം ലഘുനാടകം ഇവിടെ പൂർണ്ണമാവുന്നു. നാടകത്തിൻ്റെ രചനയും സംവിധാനവും റെവറൻ ഫാദർ ജോസഫ് മുണ്ടയ്ക്കൽ. അഭിനേതാക്കൾ ശ്രീ വിൽസൺ കെ ജോൺ കുറ്റിയാനിയിൽ, ശ്രീമതി തങ്കമ്മ തെങ്ങനാക്കുന്നേൽ, ശ്രീമതി വത്സമ സണ്ണി മൂലേച്ചാലിൽ, ശ്രീമതി ലില്ലിക്കുട്ടി മുത്തോലിൽ, ശ്രീമതി റോസിലി ജോസുകുട്ടി മനയാനിക്കൽ, ശ്രീമതി ലിജി സൈജു തെക്കനാക്കുന്നേൽ, മിസ് അലീന ആൻഡ് അൽഫോൻസ മൂലേച്ചാലിൽ, കുമാരി ഏഞ്ചൽ തോമസ് കളപ്പുരയ്ക്കൽ പറമ്പിൽ. ഏവർക്കും ഹൃദ്യമായ നന്ദി.